ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം ലഭ്യമാകാനുള്ള സാങ്കേതിക തടസ്സം മാറി. വെബ്സൈറ്റിൽ ഇപ്പോൾ റിസൾട്ട് ലഭ്യമാണ്. ആകെ പരീക്ഷ എഴുതിയ 4,10,190 പേരിൽ 4,04,722 പേരുടെ ഫലം ലഭ്യമായി. ഹാൻസ് ആണ് വിവരങ്ങളുമായി ചേർന്നത്. ഹാൻസ്, വലിയ തരത്തിലുള്ള ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു ഈ ഫലം ലഭ്യമാകാത്തതിനെ തുടർന്ന്. അപ്പോൾ അത്തരം പ്രശ്നങ്ങളൊക്കെ, പ്രതിസന്ധികളൊക്കെ മറികടന്നിരിക്കുകയാണോ? എങ്ങനെയാണ് ഇപ്പോൾ ഫലം പ്രസിദ്ധീകരിച്ചപ്പോൾ ഉള്ള വിവരങ്ങൾ? സ്വാതി, ആശങ്കകളും സാങ്കേതിക തകരാറുകളും പരിഹരിച്ചിട്ടുണ്ട് എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചത്. നേരത്തെ 2 തവണ മാറ്റിവെച്ച +1 പരീക്ഷാഫലമാണ് ഇന്ന് പ്രസിദ്ധീകരിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചത്. വൈകിട്ട് 3 മണിക്ക് ശേഷം ഈ ഫലം ഔദ്യോഗിക വെബ്സൈറ്റിൽ, വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാകുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. പക്ഷേ ഈ ദേശീയ തലത്തിൽ സർക്കാർ വെബ്സൈറ്റുകളിൽ സൈബർ ആക്രമണം നടന്നതിന് പിന്നാലെ ഈ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഈ +1 പരീക്ഷാഫലം ലഭ്യമാവുന്ന വെബ്സൈറ്റും തകരാറിലായി. ഇതിനെ തുടർന്ന് വിദ്യാഭ്യാസ വകുപ്പിന് ഈ പരീക്ഷാഫലം അപ്ലോഡ് ചെയ്യാൻ കഴിയാത്ത ഒരു പ്രശ്നം നേരിട്ടു. അതിനെ തുടർന്ന് കുറച്ച് സമയത്തിന് ശേഷമായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഈ +1 പരീക്ഷാഫലം ലഭ്യമാക്കുക എന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിരുന്നു. പക്ഷേ ഈ സാങ്കേതിക തകരാറുകൾ പരിഹരിച്ചുകൊണ്ട് ഇപ്പോൾ ഔദ്യോഗിക വെബ്സൈറ്റിൽ +1 പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് നൽകുന്ന വിവരമനുസരിച്ച് 4,10,190 പേരാണ് പരീക്ഷ എഴുതിയത്. അതിൽ 4,04,722 പേരുടെ പരീക്ഷാഫലം ലഭ്യമായിട്ടുണ്ട്. ഇതിൽ തന്നെ 2 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ ഒരു മിനിമം മാർക്ക് എന്നുള്ള 30% കൂടുതൽ നേടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. 62%, ആകെ പരീക്ഷ എഴുതിയ 62% വിദ്യാർത്ഥികളാണ് ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത്. ഇതിനുശേഷം ഇന്നിപ്പോൾ +1 പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ സപ്ലിമെന്ററി ഇംപ്രൂവ്മെന്റ് പരീക്ഷാഫലത്തിനുള്ള പരീക്ഷകൾക്കുള്ള നോട്ടിഫിക്കേഷൻ പുറത്തിറക്കുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്.